ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനത്തിന്റെ 3-ാം ദിവസമാണ്. ആദ്യ ദിനം ചരമോപചാരത്തിൽ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ സഭ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. സഭ 2 മണിക്കൂർ 40 മിനിറ്റ് എടുത്ത് വിശദമായി ചർച്ച ചെയ്തു. ഇപ്പോൾ 2 MLA മാർ നിയമസഭയുടെ പുറത്ത് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. കസ്റ്റഡി മർദ്ദനം നടത്തിയ പോലീസുകാരെ പിരിച്ചുവിടണമെന്നുള്ളതാണ് ആവശ്യം. ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരബാധ കേരളത്തിൽ ആശങ്കയായി പെരുകുന്ന സാഹചര്യത്തിൽ അത് നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മരണനിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തീരുമാനം. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ചില കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് പ്രതിപക്ഷം ഇന്ന് സഭയിൽ അവതരിപ്പിച്ചേക്കും. അതിന് ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് മറുപടി പറയാനാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും സഭയിലെത്തില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അടൂരിലെ വസതിയിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കരുതുന്നു. ഇതടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം TV പ്രസാദിലേക്ക് പോയി ഈ വാർത്ത തുടങ്ങാം. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, അമീബിക് മസ്തിഷ്ക ജ്വരം യഥാർത്ഥത്തിൽ ആശങ്കയായി തന്നെ കൂടുന്നുണ്ട്. എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിയമസഭയുടെ സമ്മേളനത്തിന്റെ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു പ്രതിപക്ഷമെന്ന് പറയാം. കാരണം അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസിന് അനുമതി ലഭിച്ചതോടുകൂടി 2 മണിക്കൂർ 40 മിനിറ്റ് സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഇന്നലെ ഏറ്റുമുട്ടി. വലിയ ഡാമേജ് ഇല്ലാതെ ഇരുപക്ഷവും ഇന്നലെ കടന്നുപോയി. 2 MLA മാർ സത്യാഗ്രഹമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കളം മാറ്റിപ്പിടിച്ച് ആരോഗ്യവകുപ്പിനെ ആക്രമിക്കാനായിരിക്കുമോ പ്രതിപക്ഷത്തിന്റെ നീക്കം? TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഉറപ്പായും എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങൾ നിയമസഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ആ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാക്കൾക്ക് നേരിട്ട് കിട്ടുന്നത് എന്നുള്ളതും നിയമസഭയിലെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇന്നലെ അരുണ് പറഞ്ഞതുപോലെ കസ്റ്റഡി മർദ്ദനം വിശദമായി ചർച്ച ചെയ്ത സഭാ സമ്മേളനമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പ്രതിപക്ഷം സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം. നമുക്കറിയാവുന്നതുപോലെ ഈ ഒരൊറ്റ വർഷത്തിനിടയിൽ 68 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായത്. അതിൽ 17 പേർ മരിച്ചു എന്നുള്ളതാണ് ഒരു വർഷത്തെ കണക്ക്. അതൊരു മാസത്തിലേക്ക് വന്നാൽ ആകെ 19 പേർക്ക് രോഗം ബാധിച്ചതിൽ 7 പേരാണ് മരിച്ചത്. ഇപ്പോഴും തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലായി 15-ലധികം പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു 15 വയസ്സുകാരൻ ആക്കുളത്തെ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് രോഗബാധയേറ്റത്. അവരുടെ കൂടെയുണ്ടായിരുന്ന 3 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. നിലവിൽ മറ്റ് അപകട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. എങ്കിൽ പോലും അരുൺ, സമീപകാലത്ത് കേരളത്തിലെ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നായി അമീബിക് മസ്തിഷ്ക ജ്വരബാധ വളർന്നു എങ്കിലും ആരോഗ്യവകുപ്പിൽ നിന്ന് കാര്യമായ ഒരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയേറെ മനുഷ്യർ മരിച്ചിട്ടും ഇത്രയേറെ പേർക്ക് രോഗബാധയുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് എന്തു ചെയ്തു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സാധാരണ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വിദഗ്ധ സമിതിയുടെ പരിശോധന ഉണ്ടാകാറുണ്ട്, കേന്ദ്ര സംഘം വരാറുണ്ട്. പക്ഷെ അത്തരം സമീപനങ്ങളൊന്നും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് കാണുന്നില്ല. അത് ഇന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ആരോഗ്യവകുപ്പിനെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ഇന്ന് ഉദ്ദേശിക്കുന്നത്. അരുൺ. ഓക്കെ.